വെൽക്കം ടു ബേസ് ലോസ്. ബേസ് ലോസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഭാരതീയ സാക്ഷി അധിനിയം 2023 സെക്ഷൻ 26ഉം അതിൻ്റെ സബ് ക്ലോസ് ആയിട്ടുള്ള A to H വരെയുള്ള ഭാഗങ്ങളാണ്. ഈ ഒരു സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 26ഉം അതിൻ്റെ സബ് ക്ലോസും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ സെക്ഷൻ 26ഉം സബ് ക്ലോസും അതുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലുസ്ട്രേഷൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സിലബസിൻ്റെ ബാക്കി ടോപ്പിക്സ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. The first section is section 26, that is case in which statement of relevant fact by person who is dead or cannot be found etc. is relevant. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തി, ഒരു കേസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തി മരണപ്പെടുകയോ കണ്ടെത്താൻ പറ്റാത്തയോ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള വ്യക്തികളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിരിക്കും എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള പേഴ്സൺസ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് റിട്ടൺ ആവാം, വെർബൽ ആവാം. ഇനി ഇങ്ങനത്തെ പേഴ്സൺസ് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് പറയുന്നത്. 4 രീതിയിൽ നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൂ ഇസ് ഡെഡ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾ മരണപ്പെട്ടു പോകുവാണെങ്കിൽ ആ മരണപ്പെട്ടതിന് മുന്നേ അയാൾ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് റെലവൻറ്റ് ഫാക്റ്റായിട്ട് കോടതിക്ക് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹു കനോട്ട് ബി ഫൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത വ്യക്തിനെ പിന്നീട് കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ, എവിഡൻസ് കൊടുക്കാനായിട്ട് കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിൽ വരുവാണെങ്കിൽ അയാൾ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾക്ക് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻകേപ്പബിൾ ഓഫ് ഗിവിങ് എവിഡൻസ്. എവിഡൻസ് കൊടുക്കാൻ പറ്റാതെ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് റെലവൻറ്റ് ഫാക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസും അല്ലെങ്കിൽ ഒരു ഡിലോയും കൂടാണ്ട് എവിഡൻസ് കൊടുക്കാനായിട്ട് നമുക്ക് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നതും ഈ ഒരു സെക്ഷൻ 26 പ്രകാരം റെലവൻ്റ് ആയിട്ട് കോടതി കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് സെക്ഷൻ 26ൻ്റെ സബ് ക്ലോസസ് ആണ്. ക്ലോസ് എയിൽ പറയുന്ന ഡൈയിങ് ഡിക്ലറേഷൻ എന്താണെന്നാണ്. അതായത് മരണം എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തി അയാളുടെ മരണകാരണത്തെ പറ്റിയോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ പറ്റിയോ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുന്നതിനെയാണ് ഡൈയിങ് ഡിക്ലറേഷനായിട്ട് പറയുന്നത്. സാധാരണഗതിയിൽ മജിസ്ട്രേറ്റ്, പോലീസ്, ഡോക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാരോടാണ് ഡൈയിങ് ഡിക്ലറേഷൻ നടത്തുന്നത്. ഇപ്പം ഇതൊരു വ്യക്തിയോട് നടത്തുന്ന ഡൈയിങ് ഡിക്ലറേഷനും റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. ഇപ്പം ഡൈയിങ് ഡിക്ലറേഷനിൽ മരണത്തെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അയാളുടെ മരണത്തിന് കാരണമോ അല്ലെങ്കിൽ സാഹചര്യമോ അല്ലെങ്കിൽ അയാളുടെ മരണത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡൈയിങ് ഡിക്ലറേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലോസ് ബിയിൽ പറയുന്നത് ബിസിനസ് റെക്കോർഡ്സ് എന്താണെന്നാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഓർ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് പ്രൊഫഷണൽ ഡ്യൂട്ടി സച്ച് ആസ് എൻട്രീസ് ഇൻ ബുക്സ്, അക്നോളജ്മെൻറ്റ്സ്, അതേപോലെയുള്ള കാര്യങ്ങൾ. അതായത് ഒരു വ്യക്തി അയാളുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബുക്ക് ഓഫ് റെക്കോർഡ്സിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഭാവിയിൽ ഒരു റെലവൻ്റ് ആയിട്ട് ഒരു അഡ്മിസബിൾ ആയിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു ക്ലോസ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇല്ലുസ്ട്രേഷൻ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തിയുടെ മെറ്റേണിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുകയാണെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന വ്യക്തിയുടെ മാതൃത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഡിസ്പ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആ എയുടെ അമ്മയുടെ ഡെലിവറി അറ്റൻഡ് ചെയ്ത ഒരു സർജൻ അയാളുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. അതായത് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന സ്ത്രീയുടെ ഡെലിവറി എടുത്തു, ഇന്ന കുട്ടിയാണ്, ആ കുട്ടിയുടെ വെയിറ്റ്, അങ്ങനത്തെ ഉള്ള ഡേറ്റാസുകളെല്ലാം അയാളത് എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭാവിയിൽ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലല്ല, അയാളുടെ ജോലിയുടെ പ്രൊഫഷണൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് അയാൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിരിക്കുന്നത്. അത് ആ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ റെക്കോർഡഡ് ആയിട്ട് അവർ സൂക്ഷിക്കുന്നുമുണ്ട്. അപ്പം ഇങ്ങനൊരു കേസ് നിലനിൽക്കുമ്പോൾ ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം എയുടെ മാതൃത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്തൊരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർ അന്ന് എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിപ്പോൾ ഡോക്ടർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും, നമ്മൾ ആദ്യമേ പറഞ്ഞ 4 കേസ് ഉണ്ടല്ലോ, ജീവിച്ചിരിക്കുന്നില്ലാത്ത ഒരവസ്ഥ, കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്താ പറയുക എവിഡൻസ് കൊടുക്കാനായിട്ട് ഇൻകേപ്പബിൾ ആയിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഡിലേയോ എക്സ്പെൻസോ കൂടാണ്ട് അയാൾക്ക് അയാളെ ഒരു വ്യക്തിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ 4 സാഹചര്യങ്ങളിലാണ് ആ ഡോക്ടർ എങ്കിൽ പോലും
ആ ഡോക്ടർ അന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഈ ഒരു ഡിസ്പ്യൂട്ടിൽ നമുക്ക് റെലവൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ഈ ഒരു ക്ലോസ് പറയുന്നത്. നെക്സ്റ്റ് ക്ലോസ് സി ആണ് എഗൻസ്റ്റ് ഇൻട്രസ്റ്റ്. അതായത് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ എഗൻസ്റ്റ് സ്പീക്കേഴ്സ് ഓൺ പെക്യൂണറി ഓർ പ്രൊപ്രൈറ്ററി ഇൻട്രസ്റ്റ് or that would expose them to criminal prosecution or a suit for damages. അതായത് ഒരു വ്യക്തി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എഗനിസ്റ്റ് അയാളുടെ ഇൻട്രസ്റ്റിന് എഗനിസ്റ്റ് ആയിട്ട് തന്നെ വരും എന്നാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാനായിട്ട്, എ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് ലാൻഡ്സ് ഉണ്ട്. ആ ലാൻഡിന്റെ റെന്റ് കളക്ട് ചെയ്യാനായിട്ട് ബി എന്ന് പറയുന്ന വ്യക്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു എയ്ക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. എയുടെ ഓർഡർ പ്രകാരം ഞാൻ ഈ ഇന്ന ലാൻഡിന്റെ റെന്റ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, അതെൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബി എന്ന് പറയുന്ന ആള് മരിച്ചു പോയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ബി എഴുതിയിരിക്കുന്ന ആ ലെറ്ററിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ബിന്റെ ഇൻട്രസ്റ്റിന് എഗൻസ്റ്റ് ആയിട്ട് തന്നെ വരും എന്നാണ് ഈ ഒരു ഇല്ലസ്ട്രേഷനിൽ പറയുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ സ്യൂട്ട് ഫോർ ഡാമേജസ് എന്താണ് അത് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. ബിക്കോസ് അയാളുടെ സ്റ്റേറ്റ്മെന്റ് അയാൾക്ക് തിരിഞ്ഞ് തന്നെ വരും എന്നാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. നെക്സ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ ഓഫ് പബ്ലിക് റൈറ്റ്സ് ഓർ കസ്റ്റംസ് ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ഗിവിംഗ് ഒപ്പീനിയൻ ഓൺ പബ്ലിക് ഇൻട്രസ്റ്റ്, കസ്റ്റംസ് ഓർ മാറ്റേഴ്സ് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഒരു കസ്റ്റംസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ജനറൽ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് സംബന്ധിക്കുന്ന കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് റൈറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഒക്കെ ആണെങ്കിൽ അവർ കൊടുക്കുന്ന അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതെന്താണോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അത്തരം സ്റ്റേറ്റ്മെന്റ്സ് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ കസ്റ്റംസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന ഓരോ കാര്യങ്ങൾ, അതായത് കല്യാണം, പള്ളിയിലെ കല്യാണം, അമ്പലത്തിലെ കല്യാണം, അങ്ങനത്തെ എന്നൊക്കെ പറയുന്ന കല്യാണങ്ങളെല്ലാം ഒരു കസ്റ്റമിന്റെ ഭാഗമായിട്ടാണ്, ഒരു റിലീജിയസിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. അപ്പം അവിടെ നടക്കുന്ന ഇപ്പം എ ബി എന്ന് പറയുന്ന വ്യക്തികൾ ഇന്ന മതാചാരപ്രകാരം ഇന്ന സ്ഥലത്ത് വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡിസ്പ്യൂട്ടാണ് എറൈസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കല്യാണം ഒരു അമ്പലത്തിൽ വെച്ചാണ് നടത്തുന്നതെങ്കിൽ അവിടുത്തെ ഒരു പൂജാരി അറിയാണ്ട് ഒരു കല്യാണം അവിടെ നടക്കില്ല. അപ്പം ആ പൂജാരി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്ന ഡേറ്റിൽ ഇന്ന വ്യക്തികളുടെ കല്യാണം ഞാനാണ് നടത്തിയത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കസ്റ്റംസിന്റെ ഭാഗമായിട്ട് നമുക്ക് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വേറൊരു എക്സാമ്പിൾ പറയാനായിട്ട് ഒപ്പീനിയൻ ഓൺ ദ പബ്ലിക് റൈറ്റ്. അതായത് ഒരു വഴി കുറച്ച് ആൾക്കാർ പബ്ലിക് ഈ ഒരു വഴി വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ വഴി നിയമപരമാണോ അല്ലയോ എന്ന് പറ്റിയിട്ടൊരു ഡിസ്പ്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വില്ലേജ് ഹെഡ്മാൻ ആരാണോ അല്ലെങ്കിൽ ആ ഒരു ആ സ്ഥലത്തെ പ്രധാന കക്ഷി ആരാണോ ആ വഴീനെ പറ്റിയിട്ട് നല്ല നോളജും അല്ലെങ്കിൽ ആ വഴി നിയമപരമാണ് എന്ന് പറയാനായിട്ട് അധികാരമുള്ള ഒരു പേഴ്സൺ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ആ വഴി പബ്ലിക് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്, അത് ന്യായമായിട്ടുള്ള വഴിയാണ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി പേഴ്സന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെക്ഷന്റെ അണ്ടറിൽ റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ക്ലോസ് ഇ ആണ്, അതായത് ഫാമിലി റിലേഷൻഷിപ്പ് സ്പെഷ്യൽ നോളജ്. അതായത് ഈ ക്ലോസിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ മീൻസ് ഓഫ് നോളജ് ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തി എന്ന് പറയുന്ന ആള് ആരായിരിക്കാം? നമ്മൾ ആദ്യമേ പറഞ്ഞ 4 കൈൻഡ് ഓഫ് പേഴ്സൺ, ഹു ഇസ് ഡെഡ് ഓർ ഹു കനോട്ട് ബി ഫൗണ്ട് ഓർ ഇൻകേപ്പബിൾ ഓഫ് ഗിവിങ് എവിഡൻസ്. അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ നോളജ് ഉള്ള ഒരു വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെ ആയിരിക്കാം, അതായത് ഒരു ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ അഡോപ്ഷൻ, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ നോളജ് ഉള്ള ഒരു വ്യക്തി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് എപ്പോഴായിരിക്കാം? ഒരു ക്വസ്റ്റ്യൻ എറേസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്യൂട്ട് എറേസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ഡിസ്പ്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഒരു സ്പെഷ്യൽ നോളജ് ഉള്ള ഒരു പേഴ്സൺ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ക്ലോസ് ഇയിൽ പറയുന്നത്. അതായത് നമ്മൾ ക്ലോസ് ഡിയിൽ പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഇവിടെ വരുന്നത്. അതായത് ഒരു കോൺട്രവേഴ്സി എറേസ് ചെയ്യുന്നതിന് മുന്നേ ആ കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവെയർ ആയിട്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് റെലവൻ്റ് ആണെന്നാണ് നമ്മൾ ക്ലോസ് ഡിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സെയിം കാര്യം തന്നെയാണ് ക്ലോസ് ഇയിലും വരുന്നത്. ഇവിടെ ഒരു സ്പെഷ്യൽ നോളജ് ഉണ്ടാണ്, ആ
സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തിക്ക് സ്പെഷ്യൽ നോളജ് ഉണ്ടാവണം, അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ആ റിലേഷൻഷിപ്പ് ഒരു ബ്ലഡ് റിലേഷൻ ആവാം, മാരേജ് ആവാം, അഡോപ്ഷൻ ആവാം. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ആയിരിക്കും. ഇതാണ് ക്ലോസ് ഇയിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് ഡിയിൽ പറഞ്ഞ ഇല്ലുസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ കസ്റ്റംസിൻ്റെ ബേസിലൊരു അമ്പലത്തിലെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം കാര്യമാണ് ഇവിടെ വരുന്നത്. അതായത് AB എന്ന വ്യക്തികളുടെ മാരേജിൻ്റെ ലീഗലി മാരീഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ അറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഡിസീസ്ഡ് ക്ലർജിമൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ക്ലോസ് F ആണ്, ഫാമിലി റിലേഷൻഷിപ്പ് ഡോക്യുമെൻറ്റഡ് ഇൻ ഫാമിലി റെക്കോർഡ്സ്. അതായത് ഇപ്പം പറഞ്ഞിട്ടുള്ള, അതായത് ക്ലോസ് ഇയിൽ പറഞ്ഞിട്ടുള്ള സെയിം റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ക്ലോസിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് റിലേഷൻഷിപ്പ് ബൈ ബ്ലഡ്, മാരേജ്, അഡോപ്ഷൻ. ഇവിടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഡിസീസ്ഡ് പേഴ്സൺ ആയിട്ടായിരിക്കാം. നേരത്തെ ഒരു പേഴ്സൺ എന്നാണ് പറഞ്ഞത്, ക്ലോസ് എഫിൽ ഡിസീസ്ഡ് പേഴ്സൺ ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് മെയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വില്ലിലോ അല്ലെങ്കിൽ ഒരു ഡീഡിലോ ഒക്കെ ആയിരിക്കാം. അതായത് ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ വില്ല് അല്ലെങ്കിൽ ആ ഒരു ഡിസീസ്ഡ് പേഴ്സൺ ബിലോങ് ചെയ്തിരിക്കുന്ന ഫാമിലി അഫേഴ്സായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി അഫേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീഡിലോ അല്ലെങ്കിൽ ഫാമിലി പ്രെഡിഗ്രിയിലോ അല്ലെങ്കിൽ ഒരു ടോം സ്റ്റോണിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി പോർട്രേറ്റോ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഡിസീസ്ഡ് പേഴ്സൺ മെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസീസ്ഡ് പേഴ്സൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നതിന് മുന്നേ ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ക്ലോസ് എഫിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഒരു പേഴ്സൺ ഒരു വില്ലില് ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, ഞാൻ മരിച്ചതിന് ശേഷം ഈ ഒരു പ്രോപ്പർട്ടി ഇന്ന ആൾക്ക് കൊടുക്കണം എന്നൊരു വില്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ വില്ല് എക്സിക്യൂട്ടബിൾ ആകുന്നത് അയാൾ മരിച്ചതിന് ശേഷമാണ്. അപ്പം ഈ വില്ലിൽ ഈ ഡിസീസ്ഡ് പേഴ്സൺ എഴുതി വെച്ചിട്ടുള്ള പർട്ടിക്കുലർ കാര്യം, അതായത് ഞാൻ മരിച്ചതിന് ശേഷം ഇന്ന പ്രോപ്പർട്ടി ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കോടതിക്ക് കൺസിഡർ ചെയ്യാം. പിന്നീട് ആ വ്യക്തി ഒരു എവിഡൻസ് ആയിട്ട് കൊടുക്കാനായിട്ടും പറ്റത്തില്ലല്ലോ, ഡിസീസ്ഡ് അല്ലേ. അതുകൊണ്ട് ആ ഡിസീസ്ഡ് പേഴ്സൺ എഴുതുന്ന വില്ല് എക്സിക്യൂട്ടബിൾ ആകുന്ന സമയത്ത് അത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. നെക്സ്റ്റ് ക്ലോസ് G ആണ്, ദാറ്റ് ഈസ് സർട്ടൺ ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു സെക്ഷൻ 11 ക്ലോസ് A. അതായത് നമ്മുടെ സെക്ഷൻ 11 ക്ലോസ് എയിൽ പറയുന്നത് ഫാക്ട് റിലേറ്റ് വെൻ റൈറ്റ് ഓർ കസ്റ്റം ഈസ് ഇൻ ക്വസ്റ്റ്യൻ. അതായത് സെക്ഷൻ 11 ക്ലോസ് എയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ട്രാൻസാക്ഷൻസ് ഒരു വില്ലിലോ ഡോക്യുമെൻറ്റിലോ ഡീഡിലോ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ക്ലോസ് ജിയിൽ പറയുന്നത്. ലാസ്റ്റ് ക്ലോസ് എഫ് ആണ്, ദാറ്റ് ഈസ് കളക്റ്റീവ് ഇംപ്രഷൻ ഓഫ് ഫീലിങ്സ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അത് അഡ്മിസിബിൾ ആണെന്നാണ് ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ക്ലോസിൽ പറയുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇംപ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു സെയിം ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കോടതിക്ക് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പീഡിൽ പോകുന്ന ഒരു ബസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെഹിക്കിൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി, ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു ബസ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി, അതിൽ പാസഞ്ചേഴ്സിനെല്ലാം ഇഞ്ചുറീസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പാസഞ്ചേഴ്സ് സെയിം ആയിട്ട് പറയുകയാണ് ഈ ഒരു ഡ്രൈവറിൻ്റെ റാഷ് ആൻഡ് നെഗ്ലിജൻസ് ഡ്രൈവിംഗ് ആണ് ഇത്തരത്തിലുള്ളൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയെന്ന് അവർ ഒന്നടങ്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റെലവൻറ്റ് അണ്ടർ ദ പേർവ്യൂ ഓഫ് ദിസ് ക്ലോസ്. ഇതിലൊരു ഇല്ലുസ്ട്രേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരിക്കേച്ചർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എ എന്ന് പറയുന്ന വ്യക്തിനെ ഡിഫെയിം ചെയ്യണമെന്നൊരു ഇൻറ്റൻഷനോട് കൂടി ഒരു കാരിക്കേച്ചർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ഒരു എ എന്ന് പറയുന്ന വ്യക്തി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, എന്നെ ഡിഫെയിം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കാരിക്കേച്ചർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ കാരിക്കേച്ചർ കാണുന്ന ഒരാൾ മറ്റൊരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ഒന്നടങ്കം ഫീൽ ചെയ്യുകയാണ്, അവർക്ക് അവരുടെ ഒരു എക്സ്പ്രഷൻ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിനെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യണം എന്ന ഉദ്ദേശത്തോടാണ് ഈ ഒരു കാരിക്കേച്ചർ പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞ് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു
ക്ലോസിൻ്റെ അണ്ടറിൽ റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ഈ ഒരു ക്ലോസ് എച്ചിൽ പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു സെക്ഷൻ 26 ക്ലോസ് A to H വരെയായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഈ ഒരു ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരുമിച്ചാണ് ഒരു നെക്സ്റ്റ് 2-3 സ്ലൈഡുകളിൽ ഞാൻ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അതിനെ സോർട്ട് ചെയ്ത് ഓരോ ക്ലോസിൻ്റെ അണ്ടറിലും ആപ്റ്റ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് ഏതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുണ്ട്. സോ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.